दुनिया में इतना सुंदर जगह अभी तक नहीं देखा. हाँ अടിപൊളി. It's amazing. Oh wow. കുടുംബാളിണ്ടാറ് പിന്നെ എല്ലാവരും ഒന്നായി കൂടി കൊണ്ട് ഇടത്തിലൊക്കെ ചർച്ചകളിലെ കൂടുതലും ഉണ്ട് നാഗരികാലും ഉണ്ട്. സൂപ്പർ. നമ്മളിപ്പോൾ ആനവായിലുള്ള ഒരു ആദിവാസി ഊരിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം കുറച്ച് ദൂരം നടക്കാനുണ്ട്. ഇവിടെ ആനയും പുലിയൊക്കെ ഇറങ്ങും കേട്ടോ. ആനയും പുലിയെല്ലാം ഇറങ്ങും. ശരിക്കും വേനൽക്കാലം ആകുമ്പം വെള്ളം കിട്ടാതാകുമ്പം ആനയൊക്കെ ആ ഒരു ഭാഗത്ത് കാണുന്ന പുഴയിലേക്കാണ് വെള്ളം കുടിക്കാനത്. ഞാൻ മാത്രം മുമ്പിലിട്ടോ. ഇവലൊക്കെ നടന്നു പോയി ഇങ്ങനെ. എവിടേക്കെങ്കിലും കയറി ശീലം വേണ്ടേ. 6 മണിക്കൂറായി ഇവിടെ എത്തിയിട്ട്. ഷമീർ സാർ വളരെയധികം കുഴക്കിയിട്ടുണ്ട്. അതെ, ലിൻഡോ സാർ ഇതാ ഓടിക്കോർന്നു. ജീൻസ് ഇട്ടോ നന്നായി. ചൂടാത്തന്നെ മനസ്സിലായി നമുക്ക് എന്താന്ന്. ലിൻഡോ സാർ കൊറേ മാസ്ക് ഇട്ടോക്കി. ഇതാണ് വിശ്രമകാലം. എത്തിയോ നീ പറയണ്ടോ? നല്ല തണുപ്പാണ് അവിടെ. പല തരത്തിലുള്ള ചെടികളും മരങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. നടത്തം തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ടയേർഡാണ്. വെള്ളം കുപ്പിയൊന്നും എടുത്തിട്ടില്ല. പ്ലാസ്റ്റിക് ഇവിടെ ഒന്നും ഇടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എടുക്കാഞ്ഞത്. അപ്പം നടന്നു നോക്കാം എത്രത്തോളം പോകുന്നറിയാം. ശരിക്കും ഈ ഒരു സ്ഥലത്തൊന്നുണ്ടല്ലോ അധികം ടൂറിസ്റ്റുകളോ സഞ്ചാരികളോ ഒന്നും എത്തിപ്പെടാൻ ചാൻസ് ഇല്ല. അതൊരു കടന്നലിൻ്റെ കൂടാണ് കേട്ടോ. നമ്മളെ ഇതാക്കുമോ? ഈ കാണുന്നൊക്കെ ഈട്ടി മരങ്ങളാണ് കേട്ടോ. ഇവർ രണ്ടാളും ഇവിടെ അതിഭയങ്കരമായ ഫോട്ടോഷൂട്ടിലാണ്. കാട്ടിനുള്ളിലുള്ള ഒരു കൃഷിയിടാണ് കേട്ടോ. ഇവിടുത്തെ മണ്ണുണ്ടോ നല്ല ബ്ലാക്ക് കളർ മണ്ണാണ്. യെസ് കറുത്ത മണ്ണാണ്. നമ്മളെത്തിയിട്ടില്ല, ഇനിയും പോവാൻ. കുട്ടപ്പാടി ഹിൽസ് ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി അവര് കെട്ടിക്കൊടുത്ത കോളനി. അത് എത്ര വർഷമായിട്ട്? ഇതിപ്പോ 6-8 വർഷം. അല്ല, ഈ സ്ഥലത്തിന്റെ പേരെന്താ? കടുകുമണ്ണ. ആ, നമ്മളാ നാലിന്റെ നെറുന്ന് ഗവൺമെന്റിന്റെ പദ്ധതി. അത് ഇത് കടുകുമണ്ണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാമമാണ്. അപ്പം രാജൻ സാറിൻ്റെ ഒപ്പരം ഭയങ്കര ക്ഷീണമുണ്ട് കേട്ടോ. നടന്ന് ക്ഷീണിച്ച ഷമീർ സാറൊക്കെ ദാഹമകറ്റ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ടെൻഷൻ മാറ്റാം. ഇവിടെയൊക്കെ വൈദ്യുതിക്ക് വേണ്ടിയിട്ട് സോളാറാണ് കേട്ടോ യൂസ് ചെയ്യണേ. അവിടെ ടി വിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോളാറാണ്. KSEB അറിയാത്തൊരു സ്ഥലമാണ്. 76 കുടുംബാളിണ്ടാറ്
പിന്നെ ಊರವರೆಲ್ಲರೂ ಒಂದಾಗಿ ಕೂಡಿಂದು ಕೊಂಡು ಹೊಡೆಯುತ್ತೆ ಚರ್ಚೆಗಳೆಲ್ಲ ಕೊಡೋಲ್ಲ ಉಂಟು ನಾವೆಲ್ಲ ಉಂಟು ಈ ರೀತಿ சொல்லி ಕೊಡಕ್ಕೆ ನೀತೆ ಸರಿ ನಾನಿಲ್ಲೇನಪ್ಪ ನಾನಿಲ್ಲ ನಾನು ನೋಡಿ ಬಾ ನಾನು ಸರಿ ಕಡೆ ಹೋಗೋಣ കഴിക്കാൻ പറ്റിയ കത്തി എത്തിയതാ തുന്നുണ്ടോ ഉണ്ട് ഞരമ്പ് പോയി തന്നെ അല്ലാ. ഇതാരോ തുന്നിയ ഹോസ്പിറ്റൽ അപ്പൊ കെട്ടിയില്ല ആ സ്റ്റിച്ച് ഇട്ടാ പിന്നെ കെട്ടൂല. ചെറിയമ്മയാണല്ലേ? ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യണം അപ്പൊ ഞങ്ങൾ ഇവിടെ ഒന്ന് കാണാൻ ഏൽപ്പിച്ച് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി സ്ഥലമാണ് കേട്ടോ, അടിപൊളി സ്ഥലമാണ്. നല്ല തണുപ്പും നല്ല കാറ്റും പിന്നെ ഒരുപാട് നല്ല മനുഷ്യരും ഇല്ലേ, കളങ്കല്ലാത്ത മനുഷ്യരുള്ള ഒരു അടിപൊളി ഗ്രാമമാണ്. അപ്പോൾ ഇനി നമ്മൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അധികം ആരും ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവില്ല. അങ്ങോട്ട് വരണം എന്നുണ്ടെങ്കിൽ ഫോറസ്റ്റിൽ നിന്ന് പെർമിഷൻ എടുക്കണം. ഇവിടെ ഉള്ള ഒരാളും വേണം കൂടെ. രാജൻ സാർ നമ്മളൊപ്പം വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയത്. രാജൻ സാറിനോട് ഒരുപാട് സ്നേഹം നന്ദിയൊക്കെ നമ്മൾ ഈ ഒരു നിമിഷം അറിയിക്കുകയാണ്. ഇനി നമുക്ക് അട്ടപ്പാടിയിലുള്ള ബാക്കി സ്ഥലങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കാം. വേർഡ് വന്നില്ല, എക്സ്പ്ലോർ ചെയ്യാം. യെസ്, നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അടിപൊളി. दुनिया में इतना सुंदर जगह अभी तक नहीं देखा. ഞങ്ങൾ ഒരുങ്ങി പോണാണ്, ഞങ്ങളോട് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു. അത് ഞാൻ രാവിലെ അതൊക്കെ ഉണ്ടല്ലോ കൃഷിയിടങ്ങളാണ് കേട്ടോ, കൃഷിയിടങ്ങളാണ്. ഇത് ഇവിടെയുള്ള തുവര എന്ന് പറഞ്ഞിട്ടുള്ള കൃഷിയാണ് കേട്ടോ, തുവര കൃഷിയാണ് ഈ കാണുന്നത്. ഇവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ കൾട്ടിവേറ്റ് ചെയ്യാന്നാണ് പറഞ്ഞത്. അത്യാവശ്യം വേണ്ട എണ്ണകളും അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ പുറത്തു പോയി വാങ്ങിക്കുള്ളൂ. അതിന് വരെ മുക്കാലിൽ തന്നെ പോകണം. അപ്പോൾ നമ്മൾ ഇവിടെ ആനവായിലുള്ള പുഴയിൽ കബനിയോ ഭവാനിയോ ഇതേതാ നദി? ഭവാനി പുഴയിലേക്ക് ഇറങ്ങണം. നമ്മൾ കുളിക്കൂല കേട്ടോ, ഒരിക്കലും വെള്ളത്തിൽ ഇറങ്ങി കുളിക്കൂല. ചിലപ്പോഴേ അതിന് സാധ്യതയുള്ളൂ. അപ്പം ഭവാനിൻ്റെ തീരത്ത് ഫുള്ള് ഇവർ കൃഷി ചെയ്തേക്കുക കേട്ടോ. ഇവർക്ക് വേണ്ട കാര്യങ്ങൾ മുഴുവൻ ഇവരിവിടെ ഉണ്ടാക്കും. ഈ കാണുന്നത് ചോളാണ്.